Hello everyone, welcome back. This is Nirjana here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ചില മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. എല്ലാം 99 റുപ്പീസ്. അതായത് ഇതിങ്ങനെ ഡുവോ പോലെയാണ്. ഒരു ഡുവോയ്ക്ക് ഒരു 180 റുപ്പീസ്. അതിനകത്ത് 2 സാധനങ്ങൾ കാണും. അങ്ങനെ 6 ഡുവോ, 3 ഡുവോ, അപ്പം മൊത്തം 6 പ്രോഡക്ട്സ്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ലൈക്ക് അണ്ടർ ഒരു 90 റുപ്പീസ് 85 ആ റേഞ്ചിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിരുന്നു, നല്ലതായിരിക്കുമോ, ലൈക്ക് ആ പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും. അതും ദിസ് ഇസ് ഫ്രോം ദ പോപ്പെക്സോ ബ്രാൻഡ്, മൈഗ്ലാം പോപ്പെക്സോ. സോ അത് മോശമാവാൻ ചാൻസും ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഈ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് പേര് അഫോർഡബിൾ മേക്കപ്പിനെ കുറിച്ച് ചോദിക്കും. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ ഫേസിൽ യൂസ് ചെയ്തിരിക്കുന്നതും ആ മേക്കപ്പാണ്. കണ്ണിനാണെങ്കിലും eyelashes, lips, cheeks, overall ഒരു ലൈക്ക് ഗുഡ് ഡീൽ എന്ന് എനിക്ക് തോന്നി. വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഇതൊക്കെ സ്വാച്ച് ഒക്കെ ചെയ്തപ്പോഴും ഐ വാസ് ലൈക്ക്, ഓ വാവ്, ദിസ് ഇസ് ഗുഡ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ടു ഷെയർ ദീസ് പ്രോഡക്ട്സ് വിത്ത് യു. സോ അധികം സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രോഡക്റ്റ് ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഇഫ് യു ന്യൂ ടു മൈ ചാനൽ, ദിസ് ചാനൽ സോൺലി ഫോക്കസസ് ഓൺ ബ്യൂട്ടി ആൻഡ് ഫാഷൻ. സോ വളരെ ബേസിക് ആയിട്ടുള്ള ബ്യൂട്ടി ഗൈഡ് തൊട്ട് ഫാഷൻ ഹോൾസ് തൊട്ട് എല്ലാ വീഡിയോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹവ് നോട്ട് സബ്സ്ക്രൈബ്ഡ് യെറ്റ്, പ്ലീസ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ബിക്കോസ് ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ടു മീ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് പോപ്പെക്സോയുടെ ഐ ഗോട്ട് ദിസ് എന്നുള്ള ഡ്യൂ ആണ്. ഇതിനകത്തുള്ളത് ഒരു കാജലും പിന്നെ ഒരു വോളിമൈസിങ് മസ്കാരയാണ്. അപ്പോൾ പൊതുവേ ഞാൻ ഐലൈനറാണ് എൻ്റെ അപ്പർ ലൈനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഐ വാസ് നോട്ട് വെരി കോൺഫിഡൻറ്റ്. എന്തായാലും കയ്യിൽ നിന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് സ്മഡ്ജ് ഒന്നും ആവുന്നില്ലായിരുന്നു. സോ ഓവറോൾ സ്മഡ്ജ് പ്രൂഫാണ്, സ്വെറ്റ് പ്രൂഫാണ്, വിച്ച് ഇസ് ഗുഡ്. ഞാൻ എൻ്റെ കണ്ണാടി വെച്ചിട്ട് കണ്ണ് മറച്ച് പിടിച്ചു ഗൈസ് വൈൽ റെക്കോർഡിങ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റേ കണ്ണ് വരയ്ക്കുന്നത് കാണിച്ചു തരാം. എനിവേ ഇറ്റ് ലുക്സ് ഗുഡ് റൈറ്റ്. ഒരു ഐലൈനർ ഇട്ട് വരയ്ക്കുന്ന പോലെ തന്നെയായിരുന്നു. കണ്ണിൻ്റെ അടിഭാഗത്തും വരയ്ക്കാൻ വളരെ ഈസി ആയിരുന്നു. എനിക്കിത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എൻ്റെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ കണ്ണടിയിൽ എഴുതിയിരിക്കണം. ഇത് എന്തോ നാഗവല്ലി ഭാവമാണ്, എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ണെഴുതുന്നത്. പക്ഷേ യെസ്, ഇറ്റ് വാസ് ഗുഡ്. ആസ് യു ക്യാൻ സീ, ഒന്നും ടഗൊന്നും ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ട് കണ്ണെഴുതാൻ പറ്റി. നല്ലൊരു പിച്ച് ഡാർക്ക് ബ്ലാക്ക് കളറാണ്. റിമൂവ് ചെയ്യാനാണെങ്കിൽ മിസ്ല വാട്ടറൊക്കെ ഉപയോഗിച്ച് എളുപ്പം റിമൂവ് ചെയ്യാം. സ്മഡ്ജ് ചെയ്യില്ല. ഓവറോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും ഒരു 90 രൂപയ്ക്ക് അടിപൊളി സാധനം തന്നെ ഞാൻ പറയുള്ളൂ. എന്തായാലും ഇതൊരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ മോസ്റ്റ് പ്രോഡക്ട്സും എനിക്ക് തംസപ്പ് തന്നെയാണ്. ഇനി നമുക്ക് ആ വോളിമൈസിങ് മസ്കാര ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വാണ്ടിൻ്റെ ഷേപ്പ് കുറച്ച് യുണീക്ക് ഷേപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് മസ്കാര, ഞാൻ ഫേക്ക് ലാഷസ് ഒന്നും ഉപയോഗിക്കാറില്ല പൊതുവെ, പാർട്ടിക്കാണെങ്കിലും അല്ലെങ്കിലും. ഡയറക്റ്റായിട്ട് എനിക്ക് ലാഷസ് കുറവാണ്, ഞാൻ മസ്കാര അപ്ലൈ ചെയ്യും. അതിലെന്ത് കിട്ടുന്നു അതിൽ ഞാൻ എന്നും സംതൃപ്തയാണ്. ഇതിലും ഞാൻ തീർച്ചയായിട്ടും സംതൃപ്തയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ലാഷസിന് നല്ലൊരു ലെങ്ത്തും വോളിയും ഒക്കെ തോന്നി. ഈ ഒളിഞ്ഞു നോക്കുന്ന പോലത്തെ ഒരു ആക്ഷൻ ഞാൻ എപ്പോഴും എൻ്റെ മസ്കാര വീഡിയോസിൽ കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കേർവ് കാണിക്കാനായിട്ട്. ആസ് യു ക്യാൻ സീ, വെരി നാച്ചുറൽ ലുക്കിംഗ്. ഒരു ഡെയിലി വെയർ ലുക്കിനും ഡെയിലി വെയർ മേക്കപ്പ്, ഓഫീസ് ഗോയിങ് മേക്കപ്പിനൊക്കെ ഈ ഒരു മസ്കാര പെർഫെക്റ്റ് ആയിരിക്കും എന്ന് തോന്നി. ക്ലംപിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണിയാണ്. ഈ ഒരു ഡുവോ നിങ്ങൾക്ക് എന്തായാലും ഐ മേക്കപ്പിന് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ലിപ്സിന് അവർക്കൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഒരു ലിപ് ഗ്ലോസും ഉള്ളൊരു ഡുവോ ഉണ്ട്. അതിൽ 2 ഷെയ്ഡ്സാണ് ഉള്ളത്. ഞാനിവിടെ സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള ഒരു കോംബോ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലിപ് ഗ്ലോസും ലിപ്സ്റ്റിക്കും 2 പിങ്കിൻ്റെ ഷെയ്ഡ്സ്. പിന്നെ അതുപോലെ വേറൊരു ഷെയ്ഡ് കൂടെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് അതിനകത്തുള്ളത്. ഈ ഹാർട്ട് ഷേപ്പാണ് തീർച്ചയായിട്ടും, ഞാൻ കള്ളം പറയില്ല, അതാണ് എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്തത്. അതിങ്ങനെ 2 രീതിയിലൊക്കെ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് യു ക്യാൻ ജസ്റ്റ് ക്യാരി ഇറ്റ് അറൗണ്ട് ആൻഡ് പുട്ട് ഇൻ യുവർ പേഴ്സ് ആൻഡ് ഓൾ. അപ്പോൾ നമുക്ക് ആദ്യം ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒന്ന് നോക്കാം. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്വാച്ച് ചെയ്ത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡ്, ഒരുവിധം ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺസിന് ചേരും. ഡീപ്പർ സ്കിൻ ടോൺസിന് മേ ബി കുറച്ച് ഓഫായിരിക്കും തോന്നി. ആൻഡ് ദിസ് ഇസ് ദ ഷെയ്ഡ് ഓഫ് ദ ലിപ് ഗ്ലോസ്. 2 നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിന് പുറത്ത് ലിപ് ഗ്ലോസ് ആയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ഇവിടെ ലിപ് ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ പിഗ്മെൻറ്റഡ് ലിപ്സിൽ ആക്ച്വലി ലിപ് ഗ്ലോസ് നല്ല ഭംഗിയായിട്ട് ഷോ അപ്പ് ചെയ്തു. വെരി കംഫർട്ടബിൾ ഫോമുല, സ്റ്റിക്കി അല്ല, ഭയങ്കര ഗ്ലോസി അല്ല. ശരിക്കും ഒരു ലിപ്സ്റ്റിക്കിന് നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അതിൻ്റെ ആ ഒരു കളറും ഫിനിഷും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി നാച്ചുറൽ ഡെയിലി വെയർ കൈൻഡ് ഓഫ് ഷെയ്ഡ്. ഇനി നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ചുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് പ്രെപ്പ് ചെയ്യുക, ലിപ് ബാം ഒക്കെ ഇട്ടിട്ട്. കാരണം ഇതൊരു പ്രോപ്പർ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഡ്രൈയിങ് ആയിട്ട് തോന്നിയില്ല, ബട്ട് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എ ലിക്വിഡ് ലിപ്സ്റ്റിക്. അതും നല്ല രീതിയിൽ ഒരു സിംഗിൾ സ്ട്രോക്ക് ആപ്ലിക്കേഷനിൽ തന്നെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കവർ ചെയ്യുന്ന പോലെ തോന്നി. ഡീപ്പർ സ്കിൻ ടോണിന് ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യാവുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ ഫെയർ ടു മീഡിയം സ്കിൻ ടോൺസിന് നല്ല ഇണങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡാണ്. ഒരു നാച്ചുറൽ
ലുക്കിംഗ് പിങ്ക് ഷെയ്ഡാണ്. പതുക്കെ അതിങ്ങനെ ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. പക്ഷേ ചുണ്ടങ്ങനെ ഡ്രൈ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ആക്ച്വലി ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അധികം മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മുഖം ഒന്ന് ബ്രൈറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്തു. ആൻഡ് വെൻ മൈ ലിപ്സ്റ്റിക് ഡസ് ദാറ്റ് ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കിസ് പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, വാട്ട് എവർ യു വോണ്ട് ടു കോൾ ഇറ്റ്. സോ ദാറ്റ്സ് ഗുഡ്. ആൻഡ് സ്റ്റിക്കിയും അല്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈസ് ഓൾസോ പോസിബിൾ. സോ ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് വൺ. ഞാൻ വിചാരിച്ചു ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ പുറത്ത് ലിപ് ഗ്ലോസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം പലപ്പോഴും ഡ്രൈ ലിപ്സ് ആകുമ്പോൾ അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു നല്ലൊരു കളർ തന്നെയാണ് കിട്ടിയത്. ഒരു പിങ്കിൻ്റെ ഫാമിലി തന്നെ നിൽക്കുന്ന ഒരു ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ കളർ. നോട്ട് ടു ബ്രൈറ്റ്, ലൈക്ക് ഒരു ഡെയിലി വെയറിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ. ഡ്രൈനെസ് അത്രയും ഫീൽ ചെയ്തില്ല. എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കോമ്പിനേഷൻ. ഞാൻ എൻ്റെ ഒരു ഡെയിലി വെയർ കോമ്പിനേഷനായിട്ട് എടുക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തത് ഫോർ ചീക്സ്. ഇവിടെ ഒരു ഹൈലൈറ്ററും ബ്ലഷും കോംബോ ആണുള്ളത്. ഇതും 2 ഷെയ്ഡ് ചോയ്സസ് ഉണ്ട്. ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പിങ്ക് ആൻഡ് റോസ് ഗോൾഡ് കോംബോ ആണ്. പാക്കിംഗ് ആ ഹാർട്ട് പോലെ തന്നെയാണ്. ശരിക്കും വളരെ കൺവീനിയൻ്റ് ആണ് ആക്ച്വലി ട്രാവൽ ചെയ്യാനൊക്കെ. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ആയിട്ട് ഉപയോഗിക്കാം. ബിഗിനേഴ്സിനും ഒക്കെ ലൈക്ക് മേക്കപ്പിൽ താല്പര്യമുള്ളവർക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ്. ഈ പിങ്ക് കളർ രണ്ടും സെയിം പിങ്ക് തന്നെയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ലിപ്സ്റ്റിക് പോലെ അപ്ലൈ ചെയ്യാം. പക്ഷേ ജസ്റ്റ് കൈവച്ചങ്ങ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ഒരു ബ്ലഷിൻ്റെ രീതിയിൽ ബ്ലെൻഡ് ആകും. എനിക്ക് ആ ബ്ലെൻഡിങ് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഹൈലൈറ്റർ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡാണ്. ഹൈലൈറ്റർ നമുക്ക് വേണമെങ്കിൽ അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. കാരണം അതിൽ തന്നെ ഒരു ചെറിയൊരു റോസി ഷെയ്ഡ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ബ്ലഷിൻ്റെ മേലെ കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നല്ലൊരു ഹെൽത്തി ലുക്കിംഗ് ഒരു ഷെയ്ഡ് വരും. ആൻഡ് ഹെവി ഡ്യൂട്ടി മേക്കപ്പ് ഒന്നും ഫേസിലില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊരു ഡെയിലി വെയർ ലുക്കിനാണെങ്കിൽ പോലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ബ്ലഷ്, ഇങ്ങനത്തെ ഹൈലൈറ്റർ, ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ എനിക്കിപ്പോൾ ഒരു പ്രത്യേക താല്പര്യമാണ്. ഞാൻ ഒരുവിധം എല്ലാ ബ്രാൻഡ്സും ട്രൈ ചെയ്യും. ജസ്റ്റ് ചീക്സിൽ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അങ്ങ് വിരൽ വെച്ച് അങ്ങ് സ്മഡ്ജ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കളർ ബിൽഡപ്പ് ചെയ്യാം. അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് കളർ അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പതുക്കെ അതിൻ്റെ ഷെയ്ഡ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയാവും. ഇറ്റ് വിൽ ലുക്ക് വെരി നാച്ചുറൽ. നല്ലൊരു ഫ്ലഷ്ഡ് ചീക്ക് ലുക്കാണ് തരുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ആകെ കണ്ണിന് ചുറ്റും ഇച്ചിരി കൺസീലറേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഞാൻ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോഴേ ഇടുന്ന പോലത്തെ ഒരു മേക്കപ്പേ ഉള്ളൂ. ആൻഡ് ഇറ്റ് സ്റ്റിൽ ലുക്സ് വെരി നാച്ചുറൽ, റൈറ്റ്? ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിച്ചു തരാം. അങ്ങനെ ഭയങ്കര റെഡിഷ് കളറൊന്നും ഫീൽ ചെയ്യില്ല ചീക്സിൽ. ചെറിയൊരു റെഡിഷ് കളർ. ഇഫ് യു വാണ്ട് കുറച്ചും കൂടെ കളർ ആഡ് ചെയ്യാം. പിന്നെ ഒരു കോറൽ ഷെയ്ഡും കൂടെ അവർക്ക് അവൈലബിൾ ആണ്. അത് കുറച്ചും കൂടെ ഒരു ഓറഞ്ചിഷ് കോറൽ കൈൻഡ്. അത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ആ ഷെയ്ഡ്. അതുകൊണ്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യാതിരുന്നത്. ഇനി എൻ്റെ പുറത്ത് ഹൈലൈറ്റർ, എപ്പോഴും ബ്ലഷ് അപ്ലൈ ചെയ്യുക, അതിന് ശേഷം ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുക. ഹൈലൈറ്റർ അപ്ലൈ ചെയ്തപ്പോൾ സോ പ്രിറ്റി. അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാണാൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ. ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും ചേരുന്നതുമാണ്. അത് റോസ് ഗോൾഡ് കളറാണെങ്കിലും ചേരും, മറ്റേ പീച്ചി കളറാണെങ്കിലും ചേരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കോമ്പിനേഷൻ. എൻ്റെ റൈറ്റ് ചീക്കിൽ ബ്ലഷും ഹൈലൈറ്ററും ഉണ്ട്, ലെഫ്റ്റിൽ രണ്ടും ഇല്ല. റൈറ്റ് ലുക്സ് റിയലി പ്രിറ്റി, റൈറ്റ്? ഐ നോ. ഇനി ഇതുപോലെ നമുക്ക് ക്വിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം വിരൽ വെച്ച്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ബ്രഷോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് നടക്കണ്ട. കൈ അങ്ങ് കഴുകിക്കളയാം. ആൻഡ് അതിൻ്റെ പുറത്ത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ആസ് ഐ സൈഡ് ഹൈലൈറ്റർ ഒറ്റയ്ക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇറ്റ് ഇസ് സ്റ്റിൽ ഫൈൻ. ആൻഡ് വേണമെങ്കിൽ കുറച്ചും കൂടെ ബ്ലഷ് ഒന്ന് ബിൽഡ് ചെയ്യാം. ഷെയ്ഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റെഡിഷ് കളർ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ആസ് വെൽ. ബട്ട് അതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും എനിക്ക് കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗിവ്സ് മീ സോ മച്ച് കോൺഫിഡൻസ് ആക്ച്വലി ആൻഡ് ക്വൈറ്റ് വാല്യൂ ഫോർ മണി. ഐ റിയലി ലൈക്ക് ഇറ്റ്. So that's it for today's video. I hope you guys enjoyed it. Let me know നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. എനിക്ക് ലിപ് ഗ്ലോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കോൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഹൈലൈറ്ററും എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. പക്ഷേ ഈ 3 പ്രോഡക്റ്റ്സുമാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്ന് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതല്ലാതെ വേറെ കുറച്ച് അഫോർഡബിൾ പ്രോഡക്ട്സും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. But that's it for today's video. We will meet again. Until then, take care. Bye.